ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. അന്താരാഷ്ട്ര കൂടിയാലോചനകൾ അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ നവീകരണത്തിനായി വിവിധ സർക്കാരുകൾ തമ്മിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. സമാധാനപരമായ അന്താരാഷ്ട്ര ക്രമം നിലനിർത്താനും ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും ലോകത്തെ സജ്ജമാക്കാൻ വേണ്ടിയുള്ള ബഹുമുഖത്വത്തിന് സംയുക്ത പ്രസ്താവന ആഹ്വാനം ചെയ്യുന്നു. സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ആവർത്തിച്ചു. ജനസമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വീറ്റോ അധികാരം ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ശക്തമാക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. ഇസ്രായേലിനെതിരായ ഭീകരവാദ ആക്രമണത്തെ ഇരുവരും അപലപിച്ചു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും ഗാസയിൽ ആക്രമിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും ഇരുകൂട്ടരും വ്യക്തമാക്കി. ചെങ്കടലിൽ നാവിക സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണമെന്നും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ബഹുമാനിക്കണമെന്നും ഇന്ത്യയും ഫ്രാൻസും അഭിപ്രായപ്പെട്ടു.